കൃത്യം മലയാളത്തിന്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. നമ്മൾ മലയാള സാഹിത്യ വിമർശനത്തെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. മലയാള സാഹിത്യ വിമർശനത്തെ പറ്റിയും ആദ്യകാല വിമർശകരെ പറ്റിയും ആദ്യകാല പത്രമാസികകളെ പറ്റിയും മുദ്രണാലയങ്ങളെ പറ്റിയും ഒക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതും അതിന്റെ ബാക്കി തന്നെയാണ്. ബാക്കി മുദ്രണാലയങ്ങളെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്, മറ്റു മാസികകളെ പറ്റി പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ എവിടെയാണോ നിർത്തിയത്, നമ്മൾ കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ പറ്റിയും CP അച്യുതമേനോനെ പറ്റിയും ഒക്കെ പറഞ്ഞു തുടങ്ങിയിരുന്നു. ഒരു സാമാന്യ ധാരണ അവരെ പറ്റിയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബാക്കി നമുക്ക് തുടങ്ങേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ആദ്യകാല മാസികകൾ കുറച്ചും കൂടെ പറയാനുണ്ട്. അതും കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് മലയാള വിമർശനത്തിലേക്ക് തന്നെ തിരിച്ചു പോകാം. അപ്പൊ മലയാള സാഹിത്യ വിമർശനം പഠിപ്പിക്കുന്നതിന്റെ ഇടയിൽ എന്തിനാണ് ഈ ആദ്യകാല മാസികകളും മുദ്രണാലയങ്ങളും ഒക്കെ പരിചയപ്പെടുത്തിയത് എന്നൊരു ചോദ്യം ഉണ്ടാവും. അപ്പൊ അതിനുള്ള ഉത്തരവ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് നമ്മൾ പറഞ്ഞത്? ആദ്യകാല മുദ്രണാലയങ്ങളും ആദ്യകാല പത്രമാസികകളും ഒക്കെ മലയാള ഗദ്യഭാഷയ്ക്ക് നൽകിയ സംഭാവനകൾ മലയാള സാഹിത്യ വിമർശനത്തിന് കൂടി നൽകിയ സംഭാവനകളാണ്. നിരൂപണം എന്ന സാഹിത്യ വിമർശനം എന്ന സാഹിത്യ ശാഖ കൃത്യമായ ഒരു അടയാളപ്പെടുത്തൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഗദ്യഭാഷയിൽ മാത്രമാണ്. പദ്യത്തിൽ എഴുതുന്ന നിരൂപണങ്ങള് കൃത്യമായ ഒരു അടയാളങ്ങൾ സൃഷ്ടിക്കാതെ ഇല്ലാതായി പോവുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് സുകുമാർ അഴീക്കോട് അഭിപ്രായപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗദ്യഭാഷയിൽ ഉണ്ടായിട്ടുള്ള ആദ്യകാല മുദ്രണാലയങ്ങളിൽ ഗദ്യഭാഷയിൽ ഉണ്ടായിട്ടുള്ള സാഹിത്യ മാസികകള്, പത്രമാസികകള്, മാഗസീനുകളൊക്കെ അതുകൊണ്ടാണ് നമ്മൾ ഇതിനിടയിൽ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ തിരിച്ച് നമുക്ക് സാഹിത്യ വിമർശനത്തിലേക്ക് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ നമുക്ക് പോകേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ക്ലാസ് വൈകാതെ തുടങ്ങാം. അതിനു മുമ്പേ ഒരു കാര്യം മാത്രം, ഇതുവരെ നിങ്ങൾ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, താങ്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിർബന്ധമായി നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യമായിട്ട് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അതിനൊപ്പം തന്നെ നമുക്കൊരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഞങ്ങൾ ചോദ്യങ്ങളായിട്ടും ഇപ്പോൾ നോട്ട്സ് ആയിട്ടും ഒക്കെ അറിവുകൾ, മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട പരീക്ഷകൾക്ക് ആവശ്യമായ അറിവുകൾ ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്, സൗജന്യമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം. ആ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ നമ്മൾ അഡ്മിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതിയാകും. അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. വിദ്യാവിലാസിനി എന്ന് പറയുന്ന മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസികയെ പറ്റി പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചത്. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസികയായി കരുതി പോകുന്ന വിദ്യാവിലാസിനിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അത് ഏത് അച്ചുകൂടത്തിൽ നിന്നാണ് അച്ചടിക്കുന്നത് എന്നും നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ്സുകളൊന്നും കാണാതെയാണ് താങ്കൾ ഈ ക്ലാസ്സുകൾ കാണുന്നതെങ്കിൽ ആദ്യം ആ ക്ലാസ്സുകളൊക്കെ നമ്മുടെ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. ആദ്യം മുതലേ ഒന്ന് പോയി കാണുക, അല്ലെങ്കിൽ ഈ ക്ലാസ് കൃത്യമായി താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് മുദ്രണാലയങ്ങളെ കൂടി പരിചയപ്പെടുകയാണ്, കുറച്ച് മാസികകളെ കൂടെ പരിചയപ്പെടുകയാണ്. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ആദ്യം തന്നെ വിദ്യാഭിവർദ്ധിനി അച്ചുകൂടം. ഏതാണ്? വിദ്യാഭിവർദ്ധിനി അച്ചുകൂടം 1886 ST റെഡ്യാർ ആണ് കൊല്ലത്ത് സ്വന്തം നിലയിൽ വിദ്യാഭിവർദ്ധിനി എന്ന പ്രസ്താവിച്ചത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ നമ്മൾ ഒരുപാട് പറയുന്നുള്ളൂ, അല്ലാത്ത നമ്മൾ പേരുകൾ മാത്രമാണ് പറയുന്നത്. നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്തു പോകണം, പേരുകളെങ്കിലും കൃത്യമായി നോട്ട് ചെയ്തു പോകണം. 1886 ST റെഡ്യാർ വിദ്യാഭിവർദ്ധിനി അച്ചുകൂടം കൊല്ലം. ഇനി ഒന്ന് പറയാനുള്ളത് എന്താണ്? ശ്രീരാമവിലാസം അച്ചുകൂടം. ശ്രീരാമവിലാസം പ്രസ് കൊല്ലം. കേരളത്തിലെ പ്രമുഖമായ അച്ചുകൂടങ്ങളിലൊന്നായിരുന്നു കൊല്ലത്തെ ശ്രീരാമവിലാസം പ്രസ്. KG പരമേശ്വരൻ പിള്ളയും സഹോദരൻ KG ശങ്കറുമായിരുന്നു സ്ഥാപകൻ. 1925 കൊല്ലത്തെ മുത്തുസ്വാമി റെഡ്ഡിയാരിൽ നിന്ന് വിലക്ക് വാങ്ങിയ പ്രസ്സിലാണ് തുടക്കം. 1928 മലയാള രാജ്യം ചിത്രവാരിക പ്രസിദ്ധപ്പെടുത്തി തുടങ്ങി. KG ശങ്കർ ആയിരുന്നു ആദ്യ പത്രാധിപർ. അപ്പോൾ ഇനി പറയാനുള്ളത് മലയാള രാജ്യത്തെ പറ്റിയാണ്. 1929 കൊല്ലത്തു നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച മലയാള പത്രമാണ് മലയാള രാജ്യം. കോൺഗ്രസ് ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്നതായിരുന്നു പ്രധാന ഉദ്ദേശം. മലയാള രാജ്യം എന്ന ചിത്രവാരിക എന്നായിരുന്നു ആദ്യത്തെ പേര്. അത് കഴിഞ്ഞ് 1931 ദിനപത്രമായി. അക്കാലത്തെ ഏറ്റവും പ്രചാരമുള്ള ഒരു ദിനപത്രമായിരുന്നു മലയാള രാജ്യം. KG ശങ്കർ ആയിരുന്നു ആദ്യത്തെ പത്രാധിപർ എന്ന് കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. മലയാള രാജ്യം, KG ശങ്കർ. ഇനി ചില പേരുകളാണ് പറയുന്നത്, നിങ്ങൾ അത് ഓർത്തിരിക്കുക. വിദ്യാരത്നപ്രഭ അച്ചുകൂടം പാറമേൽ ഇട്ടൂപ്പ് കുന്നംകുളമാണ് സ്ഥലം. വിദ്യാരത്നപ്രഭ അച്ചുകൂടം പാറമേൽ ഇട്ടൂപ്പ് കുന്നംകുളം. അത് കഴിഞ്ഞ് ഏതാണ്? കേരള കൽപ്പദ്രുമം അച്ചുകൂടം തൃശൂർ ചെമ്പുകാവ്. കേരള കൽപ്പദ്രുമം അച്ചുകൂടം തൃശൂർ ചെമ്പുകാവ്. ഈ പേരുകളും സ്ഥലവും ഒക്കെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ആദ്യകാല മുദ്രണാലയങ്ങളിൽ പെടുന്നതൊക്കെയാണിത്. 1886
ആണ് വിദ്യാവിനോദിനി എന്ന മുദ്രാലയം സ്ഥാപിക്കപ്പെടുന്നത്. വി സുന്ദരയ്യർ ആൻഡ് സൺസ് എന്ന വ്യാപാര സ്ഥാപനത്തിന്റെ ഉടമയായിരുന്ന സുന്ദരയ്യരും പുത്രൻ വിശ്വനാഥ അയ്യരുമായിരുന്നു ഇതിന്റെ സാരഥികൾ. ഈ അച്ചുകൂടത്തിൽ ഒരു മാസിക ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിന്റെ ചുമതല വഹിക്കുന്നതിന് CP അച്യുതമേനോനെ നിയോഗിക്കുകയും ചെയ്തു. CP അച്യുതമേനോൻ പത്രാധിപരും വിശ്വനാഥ അയ്യർ മാനേജറുമായി പ്രവർത്തനം ആരംഭിച്ചു. ആദ്യകാലത്ത് ഈ മാസിക തൃശൂരിലെ കൽപ്പദ്രുമം പ്രസ്സിലാണ് അച്ചടിച്ചിരുന്നത്. 1900 മുതലാണ് വിദ്യാവിനോദിനി പ്രസ്സിൽ മാസിക അച്ചടിക്കാൻ തുടങ്ങിയത്. 1889 നവംബറിലാണ് വിദ്യാവിനോദിനിയുടെ ആദ്യ ലക്കം പുറത്തു വന്നത്. ഒരു വ്യാഴവട്ടക്കാലത്തിലധികം കേരളത്തിലെ സാഹിത്യ, സാംസ്കാരിക, വിജ്ഞാന രംഗങ്ങളിൽ സംഭാവന നൽകാൻ വിദ്യാവിനോദിനി മാസികയ്ക്ക് കഴിഞ്ഞു. വെറുമൊരു സാഹിത്യ മാസിക ആയിരുന്നില്ല വിദ്യാവിനോദിനി, മറിച്ച് ചരിത്രം, ധനശാസ്ത്രം, ശാസ്ത്ര വിഷയങ്ങൾ എന്നിവ ഈ മാസികയിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. അവസാനം പള്ളിയിൽ ഗോപാലമേനോന്റെ ഉടമസ്ഥതയിലായിരുന്ന മാസികയുടെ പ്രവർത്തനം മാർച്ചിൽ നിലച്ചുപോയി. അപ്പൊ നമ്മൾ വിദ്യാവിലാസിനി എന്ന് പറയുന്ന മലയാളത്തിലെ ആദ്യ സാഹിത്യ മാസികയ്ക്ക് ശേഷം പ്രധാനമായൊരു സാഹിത്യ മാസിക കടന്നു വന്നത് വിദ്യാവിനോദിനിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. CP അച്യുതമേനോന്റെ പത്രാധിപത്യത്തിൽ പുറത്തു വന്ന വിദ്യാവിനോദിനി മാസിക നമുക്കറിയാം. നമ്മൾ CP അച്യുതമേനോനെ പറ്റി പറഞ്ഞപ്പോൾ വിദ്യാവിനോദിനി മാസികയുടെ പ്രാധാന്യത്തെ പറ്റിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. മലയാള സാഹിത്യത്തിലെ മണ്ഡന വിമർശനത്തിന് മാത്രം പ്രാധാന്യം നൽകിയിരുന്ന കേരളവർമ്മ വലിയ കോയി തമ്പുരാന്റെ ആ ഒരു കാലഘട്ടത്തിൽ ഖണ്ഡന വിമർശനം എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായം കൊണ്ടുവന്നതിൽ വിദ്യാവിനോദിനിക്കും CP അച്യുതമേനോനും കൃത്യമായ പങ്കുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് CP അച്യുതമേനോൻ, വിദ്യാവിനോദിനി, കേരള കൽപ്പദ്രുമം പ്രസ്സിലാണ് ആദ്യം ഈ വിദ്യാവിനോദിനി മാസിക അച്ചടിച്ചത്. അതിനുശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ അതിന് പറയാനുണ്ട്, നമുക്കിപ്പോൾ അത് പറയാം. അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് മംഗളോദയത്തെ പറ്റിയാണ്. മംഗളോദയം അല്ലെ, അപ്പൻ തമ്പുരാനാണ് മംഗളോദയത്തിന്റെ സ്ഥാപകൻ. ഈ മംഗളോദയമാണ് കേരള കൽപ്പദ്രുമം പ്രസ്സിനെ വിലയ്ക്ക് വാങ്ങിയത്. കേരള കൽപ്പദ്രുമം പ്രസ്സിനെ വിലയ്ക്ക് വാങ്ങിയതാരാണ്? മംഗളോദയമാണ്. ഇത് ഓർത്തിരിക്കുക. ഇപ്പൊ ഒരിക്കലും വിദ്യാവിനോദിനിയുടെ പത്രാധിപര് ആരായിരുന്നു എന്നുള്ള ചോദ്യമൊന്നും ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. അതൊക്കെ നമുക്ക് അറിയാമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇങ്ങനെ ഒരു ചോദ്യം ഇപ്പോൾ വന്നേക്കാം. കേരള കൽപ്പദ്രുമം പ്രസ്സിൽ വിദ്യാവിനോദിനിക്ക് ശേഷം അച്ചടിച്ച മാസിക ഏതാണ്? വിദ്യാവിനോദിനി മാസികയ്ക്ക് ശേഷം കേരള കൽപ്പദ്രുമത്തിൽ അച്ചടിച്ച പ്രധാന മാസിക ആയത്? അതല്ലെങ്കിൽ കേരള കൽപ്പദ്രുമം പ്രസ്സിനെ വിലയ്ക്ക് വാങ്ങിയത് ഏത് സ്ഥാപനമാണ് എന്നൊക്കെ ചോദിച്ചേക്കാം. അപ്പൊ അതിന്റെയൊക്കെ ഉത്തരം എന്താണ്? മംഗളോദയമാണ് അതിന്റെയൊക്കെ ഉത്തരം. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ വിദ്യാവിനോദിനിയെ, മംഗളോദയത്തെ, CP അച്യുതമേനോനെ, അപ്പൻ തമ്പുരാനെ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം. കോട്ടയം CMS ഹൈസ്കൂളിൽ അസിസ്റ്റന്റ് മലയാള മുൻഷിയായി പ്രവർത്തിച്ചിരുന്ന കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് മലയാള മനോരമ ദിനപത്രത്തിന്റെ സ്ഥാപകൻ. 1888 മാർച്ച് 14 ഈ സ്ഥാപനം മലയാള മനോരമ എന്ന പേരിൽ രജിസ്റ്റർ നടത്തുകയും ചെയ്തു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായാണ് പ്രസിദ്ധീകരണ രംഗത്തേക്ക് ഇത്തരം ഒരു സ്ഥാപനം കടന്നു വരുന്നത്. വർഗീസ് മാപ്പിളയായിരുന്നു പ്രഥമ പത്രാധിപർ. 1890 മാർച്ച് 22 കോട്ടയത്ത് നിന്ന് മലയാള മനോരമ പ്രസിദ്ധീകരണം ആരംഭിച്ചു. കേരളവർമ്മ വലിയ കോയി തമ്പുരാനായിരുന്നു ഈ പേര് നിർദ്ദേശിച്ചത്. രാജമുദ്ര തന്നെ ചെറിയ വ്യത്യാസങ്ങളോടെ പത്രത്തിന്റെ ആദർശ മുദ്രയായി ഉപയോഗിക്കുവാൻ അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് അനുവാദം നൽകി. തുടക്കത്തിൽ സാഹിത്യത്തിന് പ്രാമുഖ്യം നൽകുന്ന പ്രതിവാര പതിപ്പായാണ് മനോരമ പുറത്തു വന്നത്. അപ്പൊ നമ്മൾ എവിടെ എത്തിയിപ്പോ? ഇപ്പൊ നമ്മൾ മലയാള മനോരമ ദിനപത്രത്തിലേക്ക് എത്തി അല്ലെ. ഈ മലയാള മനോരമ ദിനപത്രത്തിലേക്ക് ഈ ഒരു സാഹിത്യ വിമർശനത്തെ എത്തിക്കുവാനാണ് ഞാൻ ഇത്രയും മുദ്രണാലയങ്ങളുടെയും മറ്റ് പ്രസിദ്ധീകരണങ്ങളുടെയും പേര് പറഞ്ഞത്, ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടി. കാരണം നമ്മൾ മലയാള സാഹിത്യ വിമർശനം പഠിക്കുമ്പോൾ, സാഹിത്യ വിമർശകരെ പറ്റി പഠിക്കുമ്പോൾ ആ കാലത്ത് വന്നിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, നിരൂപണങ്ങൾ, വാഗ്വാദങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ കൃത്യമായൊരു സ്ഥാനം ആർക്കുണ്ട്? മലയാള മനോരമയ്ക്കുണ്ട്. അപ്പൊ ഞാൻ CP അച്യുതമേനോനെ പറ്റി പറഞ്ഞ് നേരിട്ട് മലയാള മനോരമയിലേക്ക് എത്തുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന സാഹിത്യ മാസികകളെല്ലാം വിഴുങ്ങുന്ന പോലെ ആയിപ്പോ അല്ലേ. അപ്പൊ അത് ഒരു കണക്ഷനായി തന്നെ കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ ആദ്യം ബെഞ്ചമിൻ ബെയ്ലിയിൽ തുടങ്ങിയിട്ട് മലയാള മനോരമ വരെയുള്ള ആ ഒരു പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങളും മുദ്രണാലയങ്ങളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പൊ ഏതെങ്കിലും മുദ്രണാലയമോ പ്രസിദ്ധീകരണമോ നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും നമ്മൾ ചോദ്യ രൂപത്തിൽ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഷെയർ ചെയ്യുന്നതായിരിക്കും. അതല്ലെങ്കിൽ മറ്റ് ക്ലാസ്സുകളിൽ, ഇനി വരുന്ന വിമർശനത്തിന്റെ ക്ലാസ്സുകളിൽ അതും കൂടെ നമ്മൾ പരിഗണിക്കും. അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് എവിടെയാണ്? മലയാള മനോരമയിലേക്കാണ്. മലയാള മനോരമയെ പറ്റി നമുക്കറിയാം. കണ്ടത്തിൽ വർഗീസ് മാപ്പിള സ്ഥാപിച്ചതാണ്. 1888 മാർച്ച് 14 ഈ സ്ഥാപനം
മലയാള മനോരമ എന്ന പേര് രജിസ്റ്റർ ചെയ്തു എന്ന് നമുക്കറിയാം. കഴിഞ്ഞ പരീക്ഷയ്ക്കൊക്കെ കഴിഞ്ഞ പാർട്ട് ടൈം HST ഒക്കെ വന്ന ചോദ്യം എന്താണ്? മലയാള മനോരമയ്ക്ക് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ് എന്നായിരുന്നു. അത് ആരാണ്? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ്. അപ്പൊ അതൊരു റിപ്പീറ്റഡ് ചോദ്യമാണ്. അപ്പൊ അതൊരു പ്രീവിയസ് ചോദ്യമാണെന്ന് ആ ഒരു ഗൗരവത്തിൽ തന്നെ അത് ഓർത്തിരിക്കുക. അതിനൊപ്പം തന്നെ ഇനി അടുത്തതായി നമുക്ക് പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് ഏതാണ് അത്? ആ ചോദ്യം നമ്മൾ ഇപ്പോൾ ഒന്ന് വായിച്ചിട്ടുണ്ട്, നമുക്ക് ഒന്നും കൂടെ നോക്കാം. അതായത് മനോരമ ദിനപത്രത്തിന്റെ ആ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു എംബ്ലം അല്ലെങ്കിൽ ആ ഒരു ചിഹ്നം എന്ന് പറയുന്നത് രാജമുദ്ര തന്നെയാണല്ലേ? ശരിക്കും ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ച രാജമുദ്ര തന്നെയാണ്. ചെറിയ ചില മാറ്റങ്ങളോടുകൂടി മലയാള മനോരമ എന്ന് പറയുന്ന ഒരു പത്രത്തിന് സ്ഥാപിക്കാൻ രാജാവ് അനുവാദം കൊടുത്തത്. ഏത് രാജാവാണത്? ഒരു ചോദ്യമല്ലേ അത്? നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിഞ്ഞൊരു ചോദ്യമല്ലേ അത്? ഏത് രാജാവാണ് ആ ഒരു ആദർശ മുദ്ര ഉപയോഗിക്കുവാൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയ്ക്ക് അനുവാദം നൽകിയത്? ശ്രീമൂലം തിരുനാൾ മഹാരാജാവാണത്. ശ്രീമൂലം തിരുനാൾ മഹാരാജാവാണ് ആ ഒരു മുദ്ര സ്ഥാപിക്കുവാൻ, പത്രത്തിന് സ്ഥാപിക്കുവാനുള്ള അനുവാദം കൊടുത്തത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. നമ്മൾ പലരും ശ്രദ്ധിക്കാതെ വിടുന്ന ഒരു കാര്യമായിരിക്കും. നിങ്ങൾ കൃത്യമായത് പഠിച്ചു വെക്കുക. ശ്രീമൂലം തിരുനാൾ മഹാരാജാവ്, കാർത്തിക തിരുനാൾ മഹാരാജാവ്, അങ്ങനെ ഒരു 4 ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് കൺഫ്യൂഷൻ അടിക്കും. അപ്പൊ അങ്ങനെ കൺഫ്യൂഷൻ അടിക്കരുത്. ശ്രീമൂലം തിരുനാൾ മഹാരാജാവാണ് ആ ഒരു അനുവാദം നൽകിയത്. നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ മലയാള സാഹിത്യ വിമർശനത്തിലേക്ക് നമ്മൾ പഠിക്കുമ്പോൾ മലയാള മനോരമയുടെ പ്രത്യേകത നമ്മൾ പഠിച്ചു. നമുക്കറിയാം മലയാള സാഹിത്യ വിമർശനത്തിൽ, മലയാള സാഹിത്യത്തിൽ എന്താണ്? കവിത എഴുതുന്നു, എന്താണ് ഗദ്യം എഴുതുന്നു, വെൺമണി പ്രസ്ഥാനം ഉണ്ടാകുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ, ആ ശാന്തമായ അന്തരീക്ഷത്തെയൊക്കെ ഒരു സൈഡിലേക്ക് നിർത്തിക്കൊണ്ട് പെട്ടെന്നുണ്ടായ ഒരു കൊടുങ്കാറ്റാണ് എന്ത്? നമുക്കറിയാം, പ്രാസവാദം അല്ലേ? ഒടുവിൽ അവസാനം അതിനെ സുകുമാർ അഴീക്കോട് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റൊക്കെ ആയി വിശേഷിപ്പിച്ചതെങ്കിലും പക്ഷെ അതിന്റെ ആദ്യകാലത്ത് തുടക്കത്തിലൊക്കെ അതൊരു തീനാളം തന്നെ ആയിരുന്നു. അപ്പോൾ ആ തീനാളം പ്രത്യക്ഷപ്പെട്ടത്, ആരംഭിച്ചത് എവിടെയാണ്? മലയാള മനോരമയിലാണ്. അതുകൊണ്ടാണ് മലയാള മനോരമ എന്ന പത്രത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ പറയേണ്ടി വരുന്നത്. അങ്ങനെ നേരിട്ട് CP അച്യുതമേനോൻ കഴിഞ്ഞ് മലയാള മനോരമയിലേക്ക് എത്തിയ അതുവരെ ഉണ്ടായിരുന്ന സാഹിത്യമാസികകളൊക്കെ നമ്മൾ പറയാതെ പോകുന്നത് ഒരു ശരിയല്ലാത്ത കാര്യമായതുകൊണ്ടാണ് ഞാൻ അതൊക്കെ സൂചിപ്പിച്ചത്. അപ്പൊ നമ്മൾ വീണ്ടും ഇപ്പോൾ സാഹിത്യ വിമർശനം എന്ന് പറയുന്ന ആ ഒരു പൂർണ്ണമായ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ അതിനെ പഠിക്കാൻ പോവുകയാണ് ഇനി. മുദ്രണാലയങ്ങൾ തൽക്കാലത്തേക്ക് നമ്മൾ മലയാള മനോരമയിൽ എത്തി നിൽക്കുന്നതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടത്തിൽ നമുക്ക് ബാക്കിയുള്ള മുദ്രണാലയങ്ങളൊക്കെ പരിചയപ്പെടേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ വീണ്ടും സാഹിത്യ വിമർശനം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്താണ് പറഞ്ഞത്? എന്താണ് സുകുമാർ അഴീക്കോട് പറയുന്നത്? പ്രാസവാദത്തിന്റെ ഗണപതി കുറിച്ചത് മലയാള മനോരമയിലായിരുന്നു. ഇതിൽ പ്രത്യക്ഷപ്പെട്ട മലയാള ഭാഷ എന്ന് പറയുന്ന പ്രബന്ധത്തിൽ പ്രാസവാദം സംബന്ധിച്ച് ചമ്പത്തിൽ ചാത്തുകുട്ടി മന്നാടിയാർ മലയാള മനോരമയിൽ പ്രസിദ്ധീകരിച്ച അഭിപ്രായം ആ പത്രത്തിന്റെ അഭിപ്രായമായിരുന്നു. ആ അഭിപ്രായം എന്തായിരുന്നു എന്ന് നമ്മൾ അവസാനം പറയും. മലയാള മനോരമ ദിനപത്രത്തിന്റെ കൂടെ ഒരു അഭിപ്രായം എന്തായിരുന്നു എന്ന് നമ്മൾ അവസാനം പറയും. തൽക്കാലം ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. പ്രാസവാദം സംബന്ധിച്ച് ചമ്പത്തിൽ ചാത്തുക്കുട്ടി മന്നാടിയാർ മലയാള മനോരമയിൽ പ്രസിദ്ധീകരിച്ച അഭിപ്രായമായിരുന്നു എന്ത്? ആ പത്രത്തിന്റെയും അഭിപ്രായം. പത്രത്തിന്റെ മുഖപ്രസംഗത്തിൽ എഴുതിയ അഭിപ്രായമായിരുന്നു പ്രാസവാദത്തെ പറ്റിയുള്ള ആ പത്രത്തിന്റെ ഒരു നിലപാട്. അതായിരുന്നു. ആ നിലപാട് എന്തായിരുന്നു എന്നത് നമ്മൾ ഈ ക്ലാസിന്റെ അവസാനം പറയുന്നതായിരിക്കും. അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അടുത്ത ക്ലാസ്സിൽ നമ്മൾ തീർച്ചയായും അത് പറയുന്നതായിരിക്കും. അപ്പൊ നമ്മൾ പ്രാസവാദം എന്ന് പറയുന്ന ആ ഒരു മെയിൻ ടോപ്പിക്കിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ കൃത്യമായി തന്നെ ആ ഒരു ടോപ്പിക്കിനെ പറ്റി പഠിക്കാൻ തയ്യാറായിരിക്കുകയാണ്. മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ തൂലികാ കലാപമായിരുന്നു പ്രാസവാദം. മലയാളത്തിലെ ആദ്യത്തെ തൂലികാ കലാപമായിരുന്നു പ്രാസവാദം. സാഹിത്യത്തിന്റെ രൂപഭാവങ്ങളെ അടിസ്ഥാനമാക്കി മലയാള സാഹിത്യത്തിൽ നടന്ന ആദ്യത്തെ വിമർശനപരമായ സംവാദമായിരുന്നു അല്ലെങ്കിൽ ചർച്ചയായിരുന്നു എന്ത്? പ്രാസവാദം. സാഹിത്യത്തിന്റെ രൂപഭാവങ്ങൾ ആസ്പദമാക്കി നടന്ന വിമർശനപരമായ ആദ്യത്തെ സംവാദമായിരുന്നു പ്രാസവാദം എന്ന് പറയുന്നത്. പദ്യത്തിലെ എല്ലാ വരികളിലെയും രണ്ടാമത്തെ അക്ഷരം ഒരേ വർഗത്തിൽപ്പെട്ടതായിരിക്കുക എന്ന സമ്പ്രദായത്തെയാണ് ദ്വിതീയാക്ഷര പ്രാസവാദം എന്ന് പറയുന്നത്. 1891 മാർച്ച് 28 മലയാള മനോരമയിൽ പേര് വെളിപ്പെടുത്താതെ കൃതികൃത്ത് എന്ന പേരിൽ മലയാള ഭാഷ എന്ന ലേഖനം പ്രസിദ്ധീകരിക്കുന്നു. കൃത്യമായി നിങ്ങൾ ഓർത്തിരിക്കുക. 1891 മാർച്ച് 28 മലയാള മനോരമയിൽ പേര് വെളിപ്പെടുത്താതെ കൃതികൃത്ത് എന്ന പേരിൽ മലയാള ഭാഷ എന്ന ലേഖനം പ്രസിദ്ധീകരിക്കുന്നു. തുടർന്നു വന്ന വാദപ്രതിവാദങ്ങളിൽ നിന്നും പ്രാസവാദം കൊടുമ്പിരി കൊണ്ടു. കൃത്യാവിത്ത് എന്ന പേരിൽ മറ്റൊരു അജ്ഞാതൻ 1891 മെയ് 9 പ്രാസം എന്ന ലേഖനം എഴുതുന്നു. കൃത്യാവിത്ത് എന്ന പേരിൽ മറ്റൊരു അജ്ഞാതൻ 1891 മെയ് 9 പ്രാസം എന്ന ലേഖനം എഴുതുന്നു.
1891 മാർച്ച് 28 പുറത്തു വന്ന കൃതികൃത്ത് എന്ന് പറയുന്ന ഒരു ലേഖനത്തോടു കൂടിയാണ് ഈ ഒരു പ്രാസവാദം എന്ന് പറയുന്ന ചർച്ച തുടങ്ങുന്നത്. തുടർന്ന് വന്ന വാദപ്രതിവാദങ്ങളാണ് പ്രാസവാദം എന്ന് പറയുന്നത്. തുടർന്ന് വന്ന വാദപ്രതിവാദങ്ങള്, അതിനിടയിലുണ്ടായ ഭാഷാ കവിതകള്, ഭാഷയെ പ്രാസം ദീക്ഷിച്ചെഴുതിയവ, പ്രാസം ദീക്ഷിക്കാതെ എഴുതിയവ, ആ ഒരു രീതിയിലൊക്കെ വന്ന ഒരുപാട് ചർച്ചകള്, ലേഖനങ്ങള്, സമാഹാരങ്ങളൊക്കെയാണ് പ്രാസവാദം. കൃത്യാവിത്ത് എന്ന പേരിൽ മറ്റൊരു അജ്ഞാതൻ 1891 മെയ് 9 പ്രാസം എന്ന ലേഖനം എഴുതുന്നു. അപ്പൊ 2 ലേഖനങ്ങള് തുടർച്ചയായിട്ട് മലയാള മനോരമയിൽ പ്രസിദ്ധീകരിക്കുകയും അതിനുശേഷം പ്രാസവാദം എന്ന് പറയുന്ന ഒരു തൂലികാ കലാപം തന്നെ മലയാള സാഹിത്യത്തിൽ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ പ്രാസവാദത്തെ പറ്റി പഠിക്കുമ്പോൾ നമ്മളൊരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതുണ്ട്. ആ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള പ്രാസവാദത്തെ സംബന്ധിച്ച് വന്നിട്ടുള്ള കത്തുകള്, അഭിപ്രായങ്ങള്, ലേഖനങ്ങളൊക്കെ സമാഹരിച്ചിട്ടുണ്ട്. ആര്? SK വസന്തൻ സമാഹരിച്ചിട്ടുണ്ട്. പ്രാസവാദം എന്ന പേരിൽ സമാഹരിച്ചിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കാം. SK വസന്തനാണ് പ്രാസവാദം എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ എല്ലാ ലേഖനങ്ങളെയും സമാഹരിച്ചൊരു പുസ്തക രൂപത്തിലാക്കിയത്. അത് SK വസന്തന്റെയാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ എന്തായാലും കൃത്യമായി നിങ്ങൾ അത് എഴുതാൻ പറ്റുന്ന രീതിയിൽ അത് പഠിച്ചു വെക്കണം. കാരണം പ്രാസവാദത്തെ കുറിച്ച് ഇനി ചോദിക്കാൻ ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെയാണ്. അപ്പോൾ പ്രാസവാദവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പുതിയ ചോദ്യങ്ങളിലേക്കൊക്കെ പരീക്ഷ ഇടുന്നവർ ചിലപ്പോൾ കടന്നു വന്നിരിക്കും. അപ്പൊ നമ്മളും അതിനൊപ്പം തന്നെ പഠിച്ചു പോവേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് പ്രാസവാദത്തെ പറ്റി ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പൊ പ്രധാനമായിട്ടും കേരളവർമ്മ യുഗത്തിലാണ് ഈ ഒരു പ്രാസവാദം കൊടുമ്പിരി കൊള്ളുന്നത്. നമുക്കറിയാം, കേരളവർമ്മ യുഗത്തിൽ മലയാള സാഹിത്യത്തിൽ കോളിളക്കം സൃഷ്ടിച്ച സംവാദമാണ് ദ്വിതീയാക്ഷര പ്രാസവാദം. പ്രാസവാദത്തോടു കൂടിയ കവിത മാത്രമേ ചമത്കാരപൂർണവും ആഹ്ലാദകരവുമായി തീരുകയുള്ളൂ. ശബ്ദാലങ്കാരങ്ങൾക്കായിരിക്കണം കവിതയിൽ പ്രാധാന്യം. ശബ്ദാലങ്കാരങ്ങൾക്കായിരിക്കണം കവിതയിൽ പ്രാധാന്യം. രൂപഭംഗിയില്ലെങ്കിൽ കവിതയ്ക്കൊരു സൗന്ദര്യം ഉണ്ടാവുകയില്ല. കൈരളി ദേവിയുടെ മഞ്ജീര ശിഞ്ചിതമാണ് പ്രാസം. കൈരളി ദേവിയുടെ മഞ്ജീര ശിഞ്ചിതമാണ് പ്രാസം. ദ്വിതീയാക്ഷര പ്രാസം കൈരളി മഹിളതൻ മംഗല്യമാണെന്ന് ഓർക്കണം. ഇതൊക്കെ പറഞ്ഞതാരാണ്? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ് പറഞ്ഞത്. അപ്പൊ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ ഏത് പക്ഷത്തായിരുന്നു? പ്രാസം വേണമെന്നുള്ള ഒരു പക്ഷത്തായിരുന്നു അദ്ദേഹം നിലകൊണ്ടത്. കേരളവർമ്മ, നടുവത്തച്ഛൻ, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, ഉള്ളൂർ എന്നിവർ ദ്വിതീയാക്ഷര പ്രാസത്തെ അനുകൂലിച്ചു. കേരളവർമ്മ, നടുവത്തച്ഛൻ, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, ഉള്ളൂർ എന്നിവർ ദ്വിതീയാക്ഷര പ്രാസത്തെ അനുകൂലിച്ചു. അതേസമയം ആരാണ് ഇതിനെ എതിർത്തത്? AR പുന്നശ്ശേരി നമ്പി, C അന്തപ്പായി, KC കേശവപിള്ള എന്നിവരൊക്കെ ഇതിനെ എതിർക്കുകയാണ് ചെയ്തത്. അപ്പോ AR പുന്നശ്ശേരി നമ്പി, C അന്തപ്പായി, KC കേശവപിള്ള എന്നിവരൊക്കെ ഈ പ്രാസത്തെ എതിർക്കുകയാണ് ചെയ്തത്. രസാത്മകമായ കാവ്യം രചിക്കുന്നതിന് പ്രാസം മുറുകെ പിടിക്കേണ്ടതില്ലെന്നാണ് കേരള പാണിനിയുടെ അഭിപ്രായം. രസാത്മകമായ കാവ്യം രചിക്കുന്നതിന് പ്രാസത്തെ മുറുകെ പിടിക്കേണ്ടതില്ലെന്ന് കേരള പാണിനി അഭിപ്രായം പറഞ്ഞു. ശബ്ദത്തിനല്ല അർത്ഥത്തിനാണ് പ്രാധാന്യമെന്നാണ് AR പറഞ്ഞത്. 1907 മഹാരാജ കലാലയത്തിൽ, ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ സാഹിത്യ സമ്മേളനത്തിൽ KC കേശവപിള്ള മലയാള കവിത എന്ന പ്രബന്ധം അവതരിപ്പിച്ചു. KC കേശവപിള്ള മലയാള കവിത എന്ന് പറയുന്ന പ്രബന്ധം അവതരിപ്പിച്ചു. ദ്വിതീയാക്ഷര പ്രാസദീക്ഷ കൂടാതെ AR മേഘസന്ദേശം വിവർത്തനം ചെയ്തു. ദ്വിതീയാക്ഷര പ്രാസദീക്ഷ കൂടാതെ AR മേഘസന്ദേശം വിവർത്തനം ചെയ്തു. KC കേശവപിള്ള ഇത് പിന്തുടർന്ന് കേശവീയം എഴുതി. KC കേശവപിള്ള ഇത് പിന്തുടർന്ന് കേശവീയം എഴുതി. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന അവസ്ഥ വന്നപ്പോൾ ഇരു കക്ഷികളെയും യോജിപ്പിക്കാൻ AR മുന്നിട്ടിറങ്ങി. നമ്മളിവിടെ കണ്ടത് എന്താണ്? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ ഒരു പക്ഷത്ത് നിൽക്കുന്നു, AR മറുപക്ഷത്ത് നിൽക്കുന്നു. ഈ 2 കൂട്ടരുമായിട്ട് ആളുകൾ സംബന്ധിക്കുന്നു. എന്താണ്? ഒരുപാട് ചർച്ചകളും ലേഖനങ്ങളും ഒക്കെ ഭാഷാഭൂഷണിയിലും മലയാള മനോരമയിലും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒടുവില് ശത്രുക്കളായി ഉണ്ടായിരുന്ന ആൾക്കാർ ബന്ധുക്കളാകുന്നു, ബന്ധുക്കളായി ഉണ്ടായിരുന്ന ആൾക്കാർ ശത്രുക്കളാകുന്നു. അപ്പൊ അങ്ങനെ ഇതൊക്കെ സാഹിത്യത്തിന് പുറത്തേക്ക്, ഒരു സാഹിത്യ ചർച്ച എന്നതിനപ്പുറത്തേക്ക് ഈ ഒരു വിമർശനങ്ങളൊക്കെ പോകുമെന്നായപ്പോൾ AR രാജരാജവർമ്മ എന്ത് ചെയ്തു? ഇതിന് മുൻകൈയെടുത്ത് ഇതങ്ങ് അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ തുടങ്ങി. ഈ ഒരു ചർച്ച അവസാനിപ്പിക്കാനുള്ള ഒരു മുൻകൈ AR രാജരാജവർമ്മ എടുത്തു. അപ്പൊ ഈ ഒരു പ്രാസവാദം കൊണ്ട് ഒരുപാട് കൃതികൾ മലയാളത്തിൽ ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു പ്രാസവാദത്തിനെ പിന്തുടർന്ന് പ്രാസം ദീക്ഷിച്ചും പ്രാസം ദീക്ഷിക്കാതെയൊക്കെ ഒരുപാട് കൃതികൾ മലയാള സാഹിത്യത്തിൽ കിട്ടിയിട്ടുണ്ട്. അതാണ് ഈ ഒരു പ്രാസവാദം എന്നുള്ള ഒരു കാര്യം കൊണ്ട് മലയാള സാഹിത്യത്തിൽ ലഭിച്ച ഗുണങ്ങളായിട്ട് പണ്ഡിതർ പറയുന്നത്. ഇപ്പൊ ഇവിടെ തന്നെ നോക്കിയാല് AR മേഘസന്ദേശം വിവർത്തനം ചെയ്തു, KC കേശവപിള്ള കേശവീയം എന്ന കവിത എഴുതി. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കവിതകൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കൃതികൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രാസവാദവുമായി ബന്ധപ്പെട്ട് കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ അഭിപ്രായമുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം. കാരണം ഇനി അത് പരീക്ഷയ്ക്ക് ചോദിക്കാനൊക്കെ സാധ്യത കൂടുതലുള്ള ഒരു ചോദ്യമാണ്. എന്താണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ പറഞ്ഞത്?
പ്രായേണ ദ്രാവിഡച്ചൊൽ കളിലിട കലരും പ്രാസ സൗഭാഗ്യമുണ്ടെന്നായേ ലോകം രസിക്കൂ. കവിതയിൽ അതിനാൽ ഭൂരിപക്ഷത്തെ നോക്കി ചായണം നമ്മൾ അങ്ങോട്ടതിനിടയിൽ വെറും വാക്കിവാദം തുടങ്ങിപ്പോയച്ചാൽ കാര്യമുണ്ടോ കവിതകൾ എഴുതി കൂട്ടുവിൻ കൂട്ടുകാരെ. ഇത് ചിലപ്പോൾ കവിതകൾ വരിയായിട്ട് തന്നിട്ട് ഇത് ആരാണ് പറഞ്ഞത് എന്ന് ചിലപ്പോൾ ചോദ്യം വരും. ഇത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ അഭിപ്രായമാണ്. ഇതെല്ലാവരും കൃത്യമായി നോട്ട് ചെയ്യുക. തൽക്കാലത്തേക്ക് ഞാൻ എന്നെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുത്തോ എഴുതി വെക്കാനൊക്കെയുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി എന്നെ ഒന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പ്രാസവാദത്തെ പറ്റി കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട്, കുറച്ചുകൂടെ കൃതികൾ പറയാനുണ്ട്. പ്രാസം ദീക്ഷിച്ചും പ്രാസം ദീക്ഷിക്കാതെയൊക്കെ എഴുതിയ കുറച്ചുകൂടെ കൃതികളെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. ഈ പ്രാസവാദം അവസാനിച്ചത് എങ്ങനെയെന്നും അവസാനിപ്പിച്ചത് ആരൊക്കെയാണ് എന്നൊക്കെ നമ്മളൊരു സാമാന്യ ധാരണ മാത്രമേ നൽകിയിട്ടുള്ളൂ. നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. പ്രാസവാദത്തെ പറ്റിയും ആദ്യകാലത്തെ മുദ്രണാലയങ്ങളെ പറ്റിയും ഒക്കെ നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. വീണ്ടും വീണ്ടും പഠിക്കുക, വീണ്ടും വീണ്ടും ക്ലാസ്സുകൾ കാണുക, വീണ്ടും വീണ്ടും നോട്ട് എഴുതിയെടുക്കുക, റിവിഷൻ ചെയ്യുക, എല്ലാ ക്ലാസ്സുകളും കാണുക. ഇപ്പൊ മഹാകാവ്യത്തിന്റെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, ആദ്യകാല ചെറുകഥ കിടപ്പുണ്ട്, ഒരുപാട് മുൻവർഷ ചോദ്യങ്ങളുടെ ക്ലാസ്സുകൾ കിടപ്പുണ്ട്. ഇതൊക്കെ നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കാണുക, എല്ലാ ക്ലാസ്സുകളും കാണുക, നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങളുടെയൊക്കെ സ്വപ്ന തുല്യമായ ആ ജോലിയിലെത്താനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഒട്ടും സമയം കളയാനില്ല. കിട്ടുന്ന ക്ലാസ്സുകളൊക്കെ കാണുക, മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്യുക. എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്കും നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.